അപ്രതീക്ഷിതമായിട്ടുള്ള ദേഹവിയോഗം. ആ ദേഹവിയോഗത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയുള്ള ഈ അനുസ്മരണ സമ്മേളനത്തിൽ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത ദുഃഖത്തിലേക്ക് തള്ളിവിട്ട അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗം, അതായിരുന്നു അനിലിന്റെ വിയോഗം. ടെലിഫോണിൽ സന്ദേശം എത്തിയപ്പോൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത, ഒട്ടും തന്നെ ഉൾക്കൊള്ളാനാകാത്ത ഒരു വാർത്ത. അങ്ങനൊരു വാർത്തയായിരുന്നു അനിലിന്റെ വിയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള സന്ദേശം. 1983 ഞാൻ എൻ്റെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം തിരുവനന്തപുരത്തേക്ക് മാറുന്നത്. സംഘടനാ തീരുമാനമനുസരിച്ച് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായി 83 മെയ് മാസത്തിലാണ് എന്നെ നിയോഗിച്ചുകൊണ്ട്, അതുവരെ കോഴിക്കോട് കേന്ദ്രമായി കോഴിക്കോട് മേഖലയുടെ സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിരുന്ന എനിക്ക് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കണം എന്ന് സംഘടന നിശ്ചയിച്ചത്. വിദ്യാർത്ഥി പരിഷത്തിന്റെ കാര്യാലയവും ഇടക്കാലത്ത് ദീർഘകാലം മിത്രാനന്തപുരത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കാര്യാലയത്തിലും താമസവും കേന്ദ്രവും പ്രവർത്തന കേന്ദ്രവും ഒക്കെയായിട്ട് അങ്ങനെ കഴിഞ്ഞ 40-40 വർഷങ്ങളായി തിരുവനന്തപുരത്തെ ദേശീയ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകർ, ആ പ്രവർത്തകരുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള അവസരം ലഭിച്ച ഒരാളെന്നുള്ള നിലയിൽ ഏറ്റവും അടിസ്ഥാന പ്രവർത്തകനായിട്ട് പ്രവർത്തനം ആരംഭിച്ച്, എന്ന് പറഞ്ഞാൽ സംഘത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ ശാഖയിലാണ് സ്വയംസേവകൻ ആദ്യം പോകുന്നത്. ശാഖയിൽ നിന്നാണ് സ്വയംസേവകന്റെ തുടക്കം. ശാഖയിൽ സ്വയംസേവകന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സ്വയംസേവകന്റെ ആദ്യത്തെ ചുമതല ഘടനായക് എന്നുള്ളതാണ്. ശാഖയിൽ വരുന്ന ആളുകൾ, വല്ലപ്പോഴും വന്നിട്ടുള്ളവർ, വരാൻ ആഗ്രഹിക്കുന്നവർ, വരുത്തണം എന്നാഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളെ നേരിട്ട് ബന്ധപ്പെടാനും അവരെ സംഘപ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാനും ശാഖയിൽ പങ്കെടുപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതാണ് അടിസ്ഥാന പ്രവർത്തനമായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും പിന്നീട് സംഘത്തിന്റെ ചുമതലകൾ, അതിനുശേഷം ഹിന്ദു ഐക്യവേദിയുടെ ചുമതല, ഇതൊക്കെ കഴിഞ്ഞ് 2015 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ശ്രീ അനിലിനെ ഭാരതീയ ജനതാ പാർട്ടി തിരുമല വാർഡിൽ, തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹിയും പ്രവർത്തകനും എന്നുള്ള നിലയിൽ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, ഹൈന്ദവ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും അവ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിലും അതിലൂടെ ജനസമൂഹത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലുമൊക്കെ അനിൽ വഹിച്ചിട്ടുള്ള പങ്ക്, അതോടൊപ്പം ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളാണ് സ്വാഭാവികമായും അദ്ദേഹത്തെ 2015 സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി ആഗ്രഹിച്ചതിന്റെ പിന്നിലുള്ള കാരണം. അദ്ദേഹം ആ കാരണങ്ങളും ആ തീരുമാനവും ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ശ്രീ അനിലിന്റെ പ്രവർത്തനങ്ങൾ. കോർപ്പറേഷൻ കൗൺസിലിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും
ഏറ്റവും മാതൃകാപരമായിരുന്ന ഇടപെടൽ. അത് കൗൺസിൽ യോഗത്തിൽ മാത്രമല്ല, കൗൺസിൽ യോഗത്തിൽ അല്ലാതെയും, പ്രത്യേകിച്ച് ആദ്യത്തെ തവണ അദ്ദേഹം കൗൺസിലറായതിനു ശേഷം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും സാധാരണ ശ്രീ രാജീവ്ജിക്ക് അറിയാം, പാർലമെന്റിൽ ഞങ്ങൾ രണ്ടുപേരും എംപിമാരായിരുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആദ്യമായിട്ട് എംപിമാരോട് അംഗങ്ങളോട് പറയാറുള്ളത് പാർലമെന്റിന്റെ ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കണം. അത് പഠിച്ച് എങ്ങനെ പാർലമെന്റിൽ സഭയിൽ എങ്ങനെ ഇടപെടൽ നടത്താം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയും വ്യക്തമായിട്ടുള്ള അധ്യയനവും അതുണ്ടാകുന്ന ആളുകളാണ് നല്ല പാർലമെന്റേറിയനായിട്ട് മാറുന്നത്. ബിജെപി ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് പാർലമെന്റിൽ. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ബിജെപി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങൾ ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കുന്നത്. അനിൽ ആ കാര്യത്തിൽ വളരെ വളരെ നല്ല ഗൃഹപാഠം നടത്തിപ്പോയിരുന്ന ഒരാളായിരുന്നു. പലപ്പോഴും ഭരണപക്ഷത്തു നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടുകൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബിജെപിക്ക് എതിരായിട്ടുള്ള പരാമർശങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ ആ പരാമർശങ്ങൾ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ, എങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന് കൗൺസിലിന്റെ തീരുമാനങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചട്ടങ്ങളും നിയമങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഇടപെട്ടിരുന്ന ഒരു കൗൺസിലർ, ഒരു നല്ല പാർലമെന്റേറിയൻ എന്ന് പറയുന്നത് പോലെ സഭയ്ക്കകത്തുള്ള ഏറ്റവും നല്ല കൗൺസിലർ, അങ്ങനെയുള്ള ഒരു കൗൺസിലറായിട്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു അനിൽ എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ മാത്രമല്ല, മറ്റു പാർട്ടികളിലെ കൗൺസിലർമാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ കൗൺസിൽ യോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകർ പലരും എന്നോട് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പുതിയ കൗൺസിലർമാരായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അദ്ദേഹം ഒരു കൈത്താങ്ങായിരുന്നു. പ്രത്യേകിച്ച് 2020 അദ്ദേഹം വീണ്ടും കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 5 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വീണ്ടും കൗൺസിലിലേക്ക് വന്നത്. 2020 പുതുതായിട്ട് കൗൺസിലറായിട്ട് വന്ന പലർക്കും, ആദ്യമായിട്ട് മത്സരിച്ച ധാരാളം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ടായിരുന്നു. പൊതുപ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയ അനുഭവങ്ങളില്ലാത്ത ധാരാളം കൗൺസിലർമാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ 2020 എല്ലാ തവണയും ഉണ്ടാകാറുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന എല്ലാവരും ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമുള്ളവരായിരുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും അതാണ് സ്ഥിതി. ധാരാളം പുതിയ ആളുകൾ, മറ്റു മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ചില കൗൺസിലർമാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്കൊരു ആശ്രയമായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്കൊരു ഒരു പ്രശ്നം, ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കാര്യത്തിന് പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ സഹായം കിട്ടും, ഞങ്ങൾക്ക് ആശ്രയിക്കാം എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു ശ്രീ അനിൽ എന്നുള്ളതാണ്. കോർപ്പറേഷനിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ ദീർഘകാലമായിട്ട് CPM ഭരിക്കുന്ന കോർപ്പറേഷനാണ്. ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളെ തന്നെയായിരിക്കും അവിടെ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിൽ ബഹുഭൂരിപക്ഷവും. പക്ഷെ ആ ഉദ്യോഗസ്ഥന്മാർ അനിൽ ഒരു പ്രശ്നവുമായിട്ട് അവരെ സമീപിക്കുമ്പോൾ അവർക്ക് അനിലിന്റെ മുന്നിൽ നിഷേധാത്മകമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റം. ആ പെരുമാറ്റം കാരണം പുതിയ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ പല കാര്യങ്ങളും അവിടെ തടസ്സപ്പെട്ട് കിടക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അനിലിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ള ബോധ്യം, ആ ബോധ്യം പുതിയ കൗൺസിലർമാർ പലരും
അനിലിന്റെ വിയോഗത്തിന് ശേഷം എന്നോട് പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, അദ്ദേഹം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയത്തിൽ എതിരാളികളുണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിലെ എതിരാളിയെ വ്യക്തിപരമായിട്ടുള്ള ശത്രുവായിട്ട് കണക്കാക്കുന്ന പാർട്ടിയല്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മയിൽ വിശ്വസിച്ചിട്ടില്ല, തീണ്ടിക്കൂടായ്മയിൽ വിശ്വസിച്ചിട്ടില്ല. ഇവരൊന്നും ഞങ്ങൾക്ക് ഒരു വിധത്തിലും ഞങ്ങൾക്ക് ബന്ധപ്പെടാനേ പാടില്ല എന്നാരെയും ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. ചില പാർട്ടികൾ അങ്ങനെ കണക്കാക്കുന്ന ആളുകളുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ എതിർക്കുമ്പോഴും ആ വ്യക്തിയുടെ നയത്തെ എതിർക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമീപനം. ആ വ്യക്തിയെയല്ല എതിർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെ, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ശൈലിയെ, ആ പ്രവർത്തന ശൈലിയെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അനിൽ ഒരിക്കലും അധികാരസ്ഥാനത്തിലിരിക്കുന്ന ആളുകളെ വിമർശിക്കുമ്പോഴും അവരുടെ നയങ്ങളെ വിമർശിക്കാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചില്ല. പക്ഷേ നയങ്ങൾ വിമർശിച്ചു എക്കാലത്തും. പക്ഷേ അവരെ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ടോ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടോ വ്യക്തിപരമായിട്ട് അവർക്കെതിരായിട്ട് വിമർശനം ഉന്നയിക്കാനോ അനിൽ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. സംഘം എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. സംഘം ഈ സമൂഹത്തെ കാണുന്നത് ഇന്ന് സ്വയം സേവകരായിട്ടുള്ള ആളുകൾ നാളെ സ്വയം സേവകരാകേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഒരു പൊട്ടൻഷ്യൽ സ്വയം സേവകരാണ്. അതുകൊണ്ട് നാളെ കൂടെ വരേണ്ട ആളെ എങ്ങനെ ഇന്ന് ശത്രുവാക്കാൻ പറ്റും? ഇന്ന് അയാളെ എങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും? അതുകൊണ്ട് അയാൾക്ക് വ്യക്തിപരമായി വേദന ഉണ്ടാകാത്ത തരത്തിലായിരിക്കണം ഓരോ സ്വയം സേവകന്റെയും പെരുമാറ്റം, ഓരോ പ്രവർത്തകന്റെയും പെരുമാറ്റം എന്നുള്ളതാണ് സംഘപ്രവർത്തനത്തിന്റെ ശൈലി. സംഘപ്രവർത്തനത്തിലൂടെ വന്ന ഒരാൾ എന്നുള്ള നിലയിൽ ശ്രീ അനിൽ, അത് ഹിന്ദു ഐക്യവേദിയാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയാണെങ്കിലും, അത് തന്റെ പ്രവർത്തനത്തിൽ ഏത് മേഖലയിലാണെങ്കിലും അനിൽ അത് പ്രാവർത്തികമാക്കിയിരുന്നു. അതുകൊണ്ട് എതിർപ്പ്, ഭാരതീയ ജനതാ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഭരണപക്ഷത്തിന്റെ നയങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, ഭരണപക്ഷത്തിന്റെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അവിടുത്തെ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നതിൽ മടി കാണിച്ചിട്ടില്ല. പക്ഷേ അതൊരിക്കലും ആരെയും വേദനിപ്പിച്ചുകൊണ്ട്, വ്യക്തിപരമായി ആരെയെങ്കിലും അധിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് നിർബന്ധമുള്ള അങ്ങനെയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. മാത്രമല്ല, താൻ പ്രതിനിധാനം ചെയ്ത പ്രദേശം, ആ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി, ആ പ്രദേശത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അവിടുത്തെ വില്ലേജ് ഓഫീസ്, എൻ്റെ ഒരു ധാരണ തിരുമല വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടം, ആ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും തിരുമല തൃക്കണ്ണാപുരം റോഡിന്റെ വികസനമാണെങ്കിലും ഇതിലെല്ലാം ഒരു നിരന്തരമായിട്ടുള്ള ഇടപെടലും അതിനു വേണ്ടിയിട്ടുള്ള ഫോളോ അപ്പും, അത് ഒരു സൗമ്യമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ ഉടമ എന്നുള്ള നിലയിലും എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിലും അനില് അത് വളരെ കൃത്യമായിട്ട് നിറവേറ്റിയിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അനിലിന്റെ ഈ അകാല വിയോഗം ഈ കൂടിയിരിക്കുന്നവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്തവരുമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനെയും സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള വലിയ നഷ്ടമാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയം കലർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരു മനുഷ്യന്റെ മരണത്തിൽ ഹീനമായിട്ടുള്ള രാഷ്ട്രീയം കലർത്താൻ അതാര് ശ്രമിച്ചാലും അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇപ്പോ അനിലിന്റെ കുടുംബാംഗങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കുന്ന അധികാരസ്ഥാനത്തിരിക്കുന്ന ചില ആളുകളുടെ വാക്കുകൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു പരാമർശവും ആ കുടുംബത്തിലെ ഒരംഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതകൾ അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയെ
പഴിചാരാനും കുറ്റപ്പെടുത്താനും ഒക്കെ നടത്തുന്ന രാഷ്ട്രീയ ശ്രമങ്ങൾ അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ശ്രമങ്ങളാണ്. ഒരു മനുഷ്യൻ അകാലത്തിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ വിയോഗം, ആ വിയോഗം എല്ലാവർക്കും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പും ആ മുതലെടുപ്പും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ താല്പര്യം. ആ കുടുംബത്തെ പോലും ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളെങ്കിലും ചില ആളുകളുടെ ഭാഗത്ത് നിന്ന്, രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് അതങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ജീവിതകാലം മുഴുവൻ ഒരാശയത്തിന് വേണ്ടി, ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി വ്യക്തിപരമായി ഒന്നും ആഗ്രഹിക്കാതെ നിലകൊണ്ട ഒരു വ്യക്തിയും ഒരു കുടുംബവും, അങ്ങനെയുള്ളൊരു കുടുംബം, ആ കുടുംബത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ പ്രസ്ഥാനങ്ങൾക്കും ഒരിക്കലും ആ കുടുംബത്തെ മറക്കാനാകില്ല. ആ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ അനിലിന്റെ കുട്ടികളെയും അവരെല്ലാവരെയും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ പ്രസ്ഥാനങ്ങളും എക്കാലവും ചേർത്ത് നിർത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അനിലിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, ശ്രദ്ധാകുസുമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദുഃഖം താങ്ങാനുള്ള കരുത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അനിലിന്റെ ദേഹവിയോഗം നമ്മളെല്ലാവരെയും അങ്ങനെയുള്ള പ്രവർത്തകരായിട്ട്, അങ്ങനെയുള്ള നേതാക്കളായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രേരണ നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.